ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമുക്ക് ലിൻസീസ് ലിങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള പ്ലാന്റ്സൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അന്നേരം അതിന് കുറച്ച് ടെക്നിക്കുകളൊക്കെ ഒന്ന് നമ്മൾ ഓർത്തിരുന്നാൽ മാത്രം മതി. അതേപോലെ നമ്മൾ എവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നടേണ്ടത് എന്നൊക്കെ നമുക്കിന്ന് നോക്കാം. ഓക്കെ, അന്നേരം ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബുഷിയാക്കി വെച്ചിരിക്കുന്ന ഒരു മണി പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ മാർബിൾ ക്യൂൻ, പിന്നെ ഇതിന് ഡെവിൾസ് ഐവിയുടെ ഒരു ടൈപ്പ് അങ്ങനെയൊക്കെ പറയുന്ന മണി പ്ലാന്റ് തന്നെയാണിത്. അന്നേരം ഈ ഒരു സെയിം രീതി ഉപയോഗിച്ച് നമുക്ക് ഏത് മണി പ്ലാന്റ് അല്ലെങ്കിൽ ഏത് പോത്തോസ് പ്ലാന്റും നമുക്ക് റീപോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത് ന്യൂ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ വേര് വരുന്ന ഭാഗം അല്ലെങ്കിൽ പുതിയൊരു നോഡ് വന്നിട്ട് ഇങ്ങനെ വരും ബ്രാഞ്ചസ് വരുന്ന ആ ഭാഗം വെച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ കണ്ടോ, പുതിയൊരു വേര് വരുന്ന ഒരു ഭാഗം കണ്ടോ, ആ വേര് വരുന്നതിൻ്റെ തൊട്ട് താഴെ വെച്ച് വേണം നമ്മൾ ഒരു 1/2 സെൻറ്റിമീറ്റർ താഴെ വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കട്ട് ചെയ്യാൻ നേരം ഒന്ന് സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ച് കട്ട് ചെയ്യുക. അതായത് ഒന്ന് ചരിച്ച് വേണം നമ്മളെപ്പോഴും ആ വേരിൻ്റെ തൊട്ട് താഴ്വശം നോക്കി നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ള ഒരു കാര്യം, നമ്മുടെ എല്ലാ ടൈപ്പ് പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ന്യൂ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം ഈ ഒരു പ്ലാന്റ് ഞാൻ വെക്കാൻ പോകുന്നത് കണ്ടോ, വേര് വരുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ഒരു ഭാഗത്ത് നിന്നും ജസ്റ്റ് ഒരു 1/2 സെൻറ്റിമീറ്റർ താഴെ വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അന്നേരം നമ്മൾ കട്ട് ചെയ്ത് ഇത് കണ്ടോ, അപ്പോൾ ഒരു വേരും ഉണ്ട്, കുറച്ച് വലിപ്പമുള്ള ചെടിയാക്കി തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് പിന്നെ വീണ്ടും ബ്രാഞ്ചസ് വന്ന് നമുക്ക് ന്യൂ പ്ലാന്റ്സിനെ അതിൽ നിന്ന് നമുക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം ഇത് എൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ്. ഇതിൽ നിന്ന് തന്നെ ഞാൻ വേറെ കുറേ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അന്നേരം ഇതിനു വേണ്ടി ഒരു പോട്ടിംഗ് മിക്സ് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ചൊന്നും വേണമെങ്കിൽ ഇതുപോലെ ഒരു ചട്ടിക്കകത്ത് നടാം, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറക്കി വെച്ചാലും മതി. ഒരു ജാറിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ആ വെള്ളത്തിലേക്ക് നമുക്ക് ഇറക്കി വെച്ചാലും മതി. അന്നേരം ഞാനിപ്പം ചെയ്യുന്ന വെള്ളത്തിലല്ല പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്, സാധാരണയായിട്ട് നമ്മൾ മണ്ണിൽ തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, അന്നേരം ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു 60% ഞാൻ എടുത്തേക്കുന്ന കൊക്കോപീറ്റാണ്. പിന്നെ ഒരു 30% മണ്ണും പിന്നെ കുറച്ച് എല്ലുപൊടിയും മാത്രമാണ് ഇതിലേക്ക് ഉള്ളത്. അന്നേരം ഈ ഒരു മിക്സ് നമ്മൾ ചട്ടിയിൽ കുഞ്ഞു പോട്ടിലേക്ക് നിറച്ചതിന് ശേഷം ആ മണ്ണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു നമ്മുടെ ഈ പോത്തോസ് ഒന്ന് ഇറങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഒരു ചെറിയൊരു കുഴി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചെടി ഇതുപോലെ ഇറക്കി വെക്കുക, വളരെ സ്ലോ ആയിട്ട് വെക്കുക. ഒന്ന് വെച്ചതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിന് വേറെ ഒരു കാര്യവും വേണ്ട. ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ന്യൂ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം. കാരണം മണ്ണിന് എപ്പോഴും ഒരു മോയിസ്റ്റ് സോയിലാണെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് നല്ലതുപോലെ വളർന്നു വരും. അല്ലെങ്കിൽ മണ്ണ് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിന് ഗ്രോത്ത് റിട്ടാർഡഡ് ആയി പോകും. അതായത് അതിൻ്റെ ഗ്രോത്ത് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലേശം വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയ റൂട്ട്സ് പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ റൂട്ടിംഗ് ഹോർമോൺ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് മുക്കിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇങ്ങനെ നട്ടാലും പെട്ടെന്ന് നമുക്കതിന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അന്നേരം റൂട്ടിംഗ് ഹോർമോണായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ 1 ടേബിൾ സ്പൂൺ ഹണി എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം 1 മണിക്കൂർ വെക്കുക. അത് നമുക്ക് റൂട്ടിംഗ് ഹോർമോണായിട്ട് ഉപയോഗിക്കാം. അല്ല എങ്കിൽ സിനമൺ പൗഡർ കറുവപ്പട്ട പൊടിച്ചതും അതുപോലെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ മാർബിൾ ക്യൂനാണ്. ഇത് ഞാൻ ഈ സെയിം പ്രൊസീജിയറിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാന്റാണിത്. അന്നേരം ഇങ്ങനെ നമുക്ക് ഏത് പ്ലാന്റിൽ നിന്നും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം വളരെ ഈസി ടെക്നിക്കാണ്. നമ്മൾ ഒരു പ്ലാന്റ് നമ്മളിപ്പം നഴ്സറിയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നമുക്ക് പല കുട്ടി ബേബി പ്ലാന്റ്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇനി നമുക്ക് ഈ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു കൊളോക്കേഷ്യ പ്ലാന്റ് എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അന്നേരം ആ ചെടിയുടെ മൂട്ടിൽ കിളിച്ച് വന്ന ഒരു ചെറിയൊരു തൈയാണിത്. അന്നേരം ഇത് നമുക്ക് എങ്ങനെയാണ് നടേണ്ടത്, നല്ല വേരോട് കൂടി തന്നെ പറിച്ചെടുക്കുക. വേര് പൊട്ടിപ്പോകാതെ വളരെ കെയർഫുള്ളായിട്ട് അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ വേർപെടുത്തി എടുക്കുക. ഇങ്ങനെ വേർപെടുത്തി എടുത്തതിന് ശേഷം ഈ സെയിം പ്രൊസീജിയർ, അതായത് നമ്മൾ സോയിൽ മിക്സ് ഒരു 60% കൊക്കോപിറ്റ്, ഒരു 30% നമ്മുടെ മണ്ണ്, അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പോട്ടിലേക്ക് നിറച്ചു കൊടുക്കാം. ഇങ്ങനെ നിറച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ടൊരു കുഴി ഇതുപോലെ ആ ഒരു പ്ലാന്റിൻ്റെ റൂട്ട് ഇരിക്കത്തക്ക രീതിയിലൊരു ഹോളിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്ലാന്റ് ഇതിലേക്ക് ഇറക്കി സൂക്ഷിച്ച് വെക്കുക. ഇങ്ങനെ വെക്കാൻ അതിൻ്റെ വേരൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് ഒടിഞ്ഞു മടങ്ങി ഒന്നും പോകാതെ വളരെ കെയർഫുള്ളായിട്ട് അതിൻ്റെ വേര് നട്ട് വെക്കുക. അതിനുശേഷം മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല ഫേമായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് പോട്ടിംഗ് മിക്സും കൂടെ ഇട്ട് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ചെടിയും നട്ടെടുക്കാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ നട്ടതിന് ശേഷം. അത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പുതിയ പ്ലാന്റ്സ് ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം കൊണ്ട് ബ്രൈറ്റ് സൺലൈറ്റിലോ അല്ലെങ്കിൽ നല്ല വെയിലത്തോ ഒന്നും വെക്കാതിരിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ സോയിലുള്ള വെള്ളം മുഴുവൻ നഷ്ടപ്പെട്ട് ഡ്രൈ ആയി പോയതിന് ശേഷം ഈ ചെടി തന്നെ ഉണങ്ങിപ്പോകും. അതുകൊണ്ട് തണലത്ത് മാറ്റി വെക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ഈ പ്ലാന്റ്സ് ഞാൻ എൻ്റെ ഗാർഡൻ ടൂറിൽ ഓൾറെഡി കാണിച്ച ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് സ്ട്രിങ് ഓഫ് ബനാന എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. അന്നേരം അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രിങ്സ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ബനാനയുടെ ഒരു സ്ട്രിങ്സ് പോലെ നമുക്ക് തോന്നും. ഇത് ഒരു പഴയ ഒരു സ്പ്രേ പെയിൻറ്റ് ബോട്ടിലിൻ്റെ അടപ്പാണ്. അതിലാണ് ഞാനിത് നടാൻ പോകുന്നത്. അന്നേരം അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ സോയിൽ പോട്ടിംഗ് മിക്സ് നിറച്ചതിന് ശേഷം ഈ സ്ട്രിങ് ഓഫ് ബനാന എന്ന് പറഞ്ഞ പ്ലാന്റിൽ നിന്ന് ഒരു തണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആ പ്ലാന്റ് കട്ട് ചെയ്തെടുക്കുന്നത് തണ്ട് മുറിച്ചാണ് നമ്മൾ നടുന്നത്. അതായത് അതിൻ്റെ തണ്ടിൽ തന്നെ നമ്മുടെ ഈ പോത്തോസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തണ്ടിൽ തന്നെ പുതിയ പുതിയ വേരുകൾ ഇങ്ങനെ വരുന്നത് കാണാം. ഇത് കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടോ, ചെറിയ ചെറിയ വേരുകൾ അതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അന്നേരം ആ വേരുള്ള ഭാഗം നോക്കി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. വളരെ സൂക്ഷിച്ച് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ ഇതേപോലെ മണ്ണിലേക്ക് ഇറക്കി വെക്കുക. ഇനി ആ ഒരു എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അന്നേരം ചെറിയൊരു തണ്ട് മതി നമുക്ക് പുതിയ ബേബി പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നട്ടതിന് ശേഷം കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തണലത്ത് വെക്കുക. അതിൻ്റെ സോയിൽ എപ്പോഴും നല്ല മോയിസ്റ്റായിട്ടിരിക്കണം. പിന്നെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൂട്ടിംഗ് ഹോർമോണിൽ ഒന്ന് മുക്കിയതിന് ശേഷം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ വേറെ ഒരു റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിലും പല സൈറ്റുകളിലും നമുക്ക് ഇതുപോലെ ഈ റൂട്ടിംഗ് ഹോർമോൺ വാങ്ങാൻ കിട്ടും. അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഹണി ഒരു നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോണാണ്. പിന്നെ അതല്ലാതെ സിനമണ് ഒക്കെ നമുക്ക് നാച്ചുറലായിട്ട് റൂട്ടിംഗ് ഹോർമോണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ ഞാൻ കാണിക്കുന്നത്. ഇനിയും നമുക്ക് വേറെ ഒരു സക്യുലൻറ്റ് ടൈപ്പിലുള്ളൊരു പ്ലാന്റാണ്. അതിനെ നമ്മൾക്ക് എങ്ങനെ നടാമെന്ന് നോക്കാം. സക്യുലൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ സക്യുലൻറ്റ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, പക്ഷെങ്കിൽ വെള്ളം വേണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഇൻഡോർ പോട്ടിൽ തന്നെയാണ് നടാൻ പോകുന്നത്. അതിലേക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സ് നിറച്ചു കൊടുക്കുക. ഇങ്ങനെ നിറച്ചതിന് ശേഷം കുറച്ചുകൂടി മണ്ണ് വേണം. ഈ പോട്ട്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഗാർഡൻ നഴ്സറികളിലൊക്കെ ഇതുപോലത്തെ പോട്ട്സ് കിട്ടും. അത് മാത്രമല്ല ഓൺലൈനിലും ഇപ്പോൾ ലഭ്യമാണ് ഇതുപോലത്തെ പോട്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലത്തെ പോട്ട്സ് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും അടപ്പോ കുപ്പിയോ പഴയ കപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നടാൻ പോകുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ്. ഫിറ്റോണിയയിൽ നിന്നും ചെറിയൊരു പീസ് ഇതുപോലെ ഞാൻ അടർത്തിയെടുത്തതാണ്.
ഈ ചെറിയൊരു കൊമ്പ് കൊണ്ട് തന്നെ നമുക്ക് ഫിറ്റോണിയ പ്ലാന്റ്സ് കുറേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് പുഷിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഇതുപോലത്തെ തണ്ട് അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. ഈ ചട്ടിക്കകത്ത് തന്നെ 1-2-3 ഫിറ്റോണിയയുടെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് നമ്മൾ ഇതുപോലെ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ്സ് ഒരു പോട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പുതിയ പ്രൊപ്പഗേഷൻ, പുതിയ ഏതെങ്കിലും ടെക്നിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് എന്നോട് ഷെയർ ചെയ്യുക, കമൻറ്റിലൊന്ന് അറിയിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നടാൻ പോകുന്നത് എലിഫൻറ്റ് ബുഷ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സക്കലൻറ്റ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് എൻ്റെ കയ്യിലുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. അതിൽ നിന്ന് ചെറിയൊരു തണ്ട് ഇതുപോലെ ഞാൻ ന്യൂ പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് മുറിച്ച് പുതിയൊരു പോട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ്. അന്നേരം ഇതിലൂടെ നമുക്ക് പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അന്നേരം ഈ ഒരു ഈസി മെത്തേഡിലൂടെ നമുക്ക് എല്ലാ പ്ലാന്റ്സും തന്നെ ഇതേപോലെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില പ്ലാന്റ്സിൻ്റെ നമുക്കിതുപോലെ തണ്ട് മുറിച്ച് വെക്കാൻ പറ്റും. ചിലതാണെങ്കിൽ തൈയായിട്ട് തന്നെ അതിൻ്റെ ചുവട്ടിൽ കിളിച്ച് വരും. അന്നേരം അത് പറിച്ച് വെച്ചാൽ മതിയാവും. നമുക്ക് പുതിയ ബേബി പ്ലാന്റ് ആക്കി മാറ്റാൻ പറ്റും. അഗ്ലോണിമ പോലെയുള്ള ചെടികളാണെങ്കിൽ അതിൻ്റെ പുതിയ തൈ കിളിച്ച് വരും. അന്നേരം ആ തൈ നമുക്ക് പറിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുതിയ അഗ്ലോണിമ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം പറിച്ച് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു 1-2 ആഴ്ച അതൊന്ന് പിടിച്ച് കിട്ടുന്നിടം വരെ നമ്മൾ തണലത്ത് നല്ല ഷെയ്ഡിൽ വെക്കുക. സൺലൈറ്റിൽ കൊണ്ട് വെക്കരുത്. ഒരു ബ്രൈറ്റ് സൺലൈറ്റിൽ വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ സോയിൽ ഡ്രൈ ആയിപ്പോയി ചെടി ഉണങ്ങി പോകാനുള്ള ചാൻസും ചെടി വാടിപ്പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് നാൾ നമ്മൾ ഈ ചെടി ഒന്ന് ഷെയ്ഡിൽ വെച്ച് ഒന്ന് പച്ച പിടിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ കൊണ്ട് വെയിലത്ത് വെക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഇതിൽ ചിലതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് നമ്മുടെ വീടിനുള്ളിൽ വെച്ച് തന്നെ ഇത് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. വെയിലത്ത് കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല. അന്നേരം ഈ ചെടികൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് എന്നെ എഴുതി അറിയിക്കാം. നിങ്ങളുടെ കമൻസ് എന്തു തന്നെയായാലും, മീൻസ് ഏതെങ്കിലും ചെടിയുടെ പേര് ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലീസ് എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ടോ എന്ന് എന്നെ അറിയിക്കുക. അന്നേരം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്ലാന്റ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം, ഈ പോത്തോസൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് നമ്മളൊരു വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അന്നേരം ഈ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെയൊക്കെ പല കളേഴ്സ് ഉണ്ട്. പിങ്ക് കളറൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ ഒരു പ്ലാന്റ്സ് പിന്നെ നമ്മളിപ്പോൾ നട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തുള്ളിയായിട്ട്, ഒരുപാട് ശക്തമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചെറിയൊരു ക്യാൻ വെള്ളം ഉപയോഗിച്ച് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതായിരിക്കും പ്ലാന്റിൻ്റെ ഗ്രോത്തിന് നല്ലത്. കാരണം നമ്മളിപ്പം തന്നെ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കുകയും വേണ്ട. അതിൻ്റെ ആ ഒരു സോയിൽ ജസ്റ്റ് ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ചെറിയൊരു നനവ് വേണമെന്നേ ഉള്ളൂ. ഒരുപാട് നനഞ്ഞ് അതിൻ്റെ ആ മണ്ണ് സോഗിയായി പോകരുത്. ഒരുപാട് സോഗിയായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ആ തണ്ട് ചീഞ്ഞു പോകാതെ ആ ഒരു പരുവത്തിന് വേണം വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കുകയും വേണ്ട. ഓക്കെ, അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അന്നേരം നമുക്കിനി വീണ്ടും കാണാം. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.